ഇത് വളരെ സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വലിയൊരു വെല്ലുവിളിയാണ്. സംസ്ഥാനത്തിൻ്റെ ഒരു ലാൻഡിന് അവകാശം പോകും. ഇതിന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി താങ്കൾക്ക് ആവശ്യപ്പെടുന്നു, മരങ്ങൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല UDF ഇക്കാര്യം. തീർച്ചയായിട്ടും ഞങ്ങൾ UDF ആയിട്ട് ടേക്കപ്പ് ചെയ്യും, ഒരു സംശയവും വേണ്ട. ഏറ്റവും ഭംഗിയായി, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, എത്രയോ വർഷങ്ങളായി മൈനിങ്ങും മിനറൽ സെപ്പറേഷൻ നടക്കുന്ന തീരദേശം, എന്നിട്ട് പോലും പൊതുമേഖലയായിട്ട് പോലും ആലപ്പുഴ തീരദേശ മേഖലയിൽ പൊതുമേഖലയെ പോലും അനുവദിക്കുന്നില്ല അവർ. അത്രയ്ക്ക് ആശങ്കയാണ്, ഉത്കണ്ഠയാണ് തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം. ഈ IREയും KMML-ഉം മൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും തീരദേശ മേഖലയിൽ ആലപ്പുഴ ജില്ലയിൽ അവർ അനുവദിക്കുന്നില്ല തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ. അത്രയും ആശങ്കാജനകമായിട്ടുള്ള ഒരു സംഭവത്തിലാണ്. ഇനിയിപ്പോൾ ആലപ്പുഴയിൽ ഈ പറയുന്ന മിനറൽസ് ഉണ്ടെങ്കിൽ ആ മിനറൽ ലാൻഡ് ബിലോങ്സ് ടു ദ യൂണിയൻ ഗവൺമെൻറ്. അതുകൊണ്ട് ആരുടെ അനുവാദം വേണ്ട, അവർക്ക് ഏകപക്ഷീയമായിട്ടത് ഖനനപ്പാട്ടം കൊടുക്കാൻ, കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ ഒരു ഘട്ടം വന്നാൽ തീർച്ചയായിട്ടും ആ കാര്യത്തെ സംബന്ധിച്ച് കൂടി ആലോചിക്കും. അതിനേക്കാൾ ഉപരിയായി എൻ്റെ നിർദ്ദേശം, എല്ലാ സംസ്ഥാനങ്ങളും ഇതിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം. പ്രത്യേകിച്ചും BJP ഇതര ഗവൺമെൻറ്റുകൾ, അവരെ ഇപ്പോൾ BJP ഗവൺമെൻറ്റുകളൊന്നും ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സ്റ്റേറ്റുമായി കൺസൾട്ട് ചെയ്തിട്ടില്ല. ഈ സംസ്ഥാനങ്ങളിൽ നിക്ഷിപ്തമായിരുന്ന ഒരു അധികാരം ഏകപക്ഷീയമായി കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ സംസ്ഥാനങ്ങളുമായി കേവലമായ കൂടിയാലോചന പോലും നടത്തിയിട്ടില്ല. നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസിൽ അത് വരണം. സ്റ്റേറ്റുകളുമായി കൺസൾട്ട് ചെയ്തിട്ടുണ്ട് എന്നൊന്നും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺ പറയുന്നില്ല. അപ്പോൾ സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിക്കാതെ സംസ്ഥാനങ്ങളിൽ നിക്ഷിപ്തമായിരുന്ന ഒരു അധികാരം, അവകാശം ഏകപക്ഷീയമായി കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ഏറ്റെടുക്കുന്ന നയം എന്ത് ഫെഡറൽ ജനാധിപത്യ സ്വഭാവമാണ്? തീരദേശ പ്രശ്നമായിട്ട് പറഞ്ഞത് അപ്പം അങ്ങയുടെ മണ്ഡലത്തിലടക്കം ഇപ്പോഴും മത്സ്യത്തൊഴിലാളി കാണാതായിരിക്കുകയാണ്. നീണ്ടകരയിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. സർക്കാരിനെതിരെ വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധമായി എത്തുന്നു. എന്താണ് ഇപ്പോഴും അവിടുത്തെ അവസ്ഥ? അവിടെ ഒരു ഗവൺമെൻറ്റിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ആ വസതിയിൽ സന്ദർശിച്ചു, അവരുമായി ചർച്ച നടത്തി. ഞാൻ മെനങ്ങാന്ന് അവിടെ രണ്ടാമത് പ്രാവശ്യവും പോയിരുന്നു. ഞങ്ങൾ കളക്ടറേറ്റുമായും നേവൽ അധികൃതരുമായും സംസ്ഥാന മുഖ്യമന്ത്രിയുമായും ഒക്കെ ബന്ധപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് നേവൽ വിദഗ്ധ സംഘം വന്ന് വിശദമായിട്ടുള്ള പരിശോധന വീണ്ടും നടത്തി. സ്ക്യൂബ ഡൈവേഴ്സ് വന്നു, അവരുടെ പരിശോധന നടത്തി. മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആവശ്യം അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരെ കൂടി ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമായി രക്ഷാസംഘത്തിൻ്റെ ഇന്നലെ അത് ചെയ്തു. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ മുഴുവൻ കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. ഇതിനകം തന്നെ 2 or 3 മന്ത്രിമാർ അവിടെ സന്ദർശിച്ചു, അവിടെ വീട് സന്ദർശിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുഴുവൻ സമയം ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ അത് കുടുംബങ്ങൾ സന്ദർശിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ഒരു 3 പ്രതികരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം പരിശോധിക്കാം എന്ന് മാത്രമാണ്. അപ്പോൾ ഫിഷറീസ് മന്ത്രിയുടെ ഇടപെടൽ അത് കുറച്ച് കാര്യക്ഷമമാകേണ്ടിയിരുന്നില്ലേ? ഇല്ല, തുടക്കം മുതൽ അദ്ദേഹം അവരുമായിട്ട് വീട്ടുകാരുമായിട്ട് സംസാരിച്ചു. ഈ ഓപ്പറേഷൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഫിഷറീസ് മന്ത്രി തന്നെയാണ് മേൽനോട്ടം വഹിച്ചിട്ടുള്ളത്, കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്. സ്ഥലം സന്ദർശിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്ഥലം സന്ദർശിച്ചിട്ടില്ലെങ്കിൽ പോലും അവിടുത്തെ ആ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി ഷിബു ബേബി ജോൺ 2 or 3 പ്രാവശ്യം സംഭവം ഉണ്ടായ സമയത്ത് തന്നെ അവിടെ ചെന്നു. അതിനുശേഷം ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ആ വസതി സന്ദർശിക്കുന്നത്. എല്ലാ ചടങ്ങുകളിലുമൊക്കെ സാന്നിധ്യമുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് ഇത്തരം കാര്യത്തിൽ സാധ്യമാകുന്ന സകല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇതേവരെ ഭൗതിക ശരീരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഇല്ല, അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, വിശദമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് പോയി കണ്ട് സംസാരിച്ചപ്പോഴും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം സ്വാഭാവികമാണ്. അതൊരു കാരണവശാലും കുറ്റം പറയാൻ കഴിയുന്നതല്ല. അവർക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും കഴിയുന്നത് ഗവൺമെൻറ്റിനോടാണ്.
ആ പ്രതികരണത്തെയൊക്കെ വളരെ സംയമനത്തോടും സഹിഷ്ണുതയോടും കൂടി തന്നെ നോക്കിക്കാണുന്നു എന്നാണ് ഇന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യത്തിൽ മറുപടി പറഞ്ഞത്. പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ ബാലിശ്യമായ ഒരു പരാമർശമായിരുന്നില്ല. ഇല്ലില്ല, ഒരിക്കലുമില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ആ എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെ പോകാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒരിക്കലും ഒരു ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു വ്യാഖ്യാനമോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരാമർശമോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ രാഷ്ട്രീയമാണ് കേരളത്തിൽ, നമുക്കെല്ലാവർക്കും അറിയാം. ഇതിനെയൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ സ്വാഭാവികമായും പ്രതിപക്ഷം ശ്രമിക്കും. നിരന്തരം അവർ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷവും നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. 2018 പ്രളയമുണ്ടായ സമയത്ത് പ്രതിപക്ഷം ഒരു മനസ്സോടുകൂടി സഹകരിച്ചു. ഒരപസ്വരം പോലും പ്രതിപക്ഷം പറഞ്ഞില്ല. എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഞാനടക്കം ഞങ്ങളെല്ലാവരും ആ പ്രളയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ശാസ്ത്രീയമായി പഠിച്ചതിന് ശേഷം വിമർശനാത്മകമായി ഞങ്ങളെല്ലാം ഉന്നയിച്ചത്. കാരണം മാൻമേഡ് ഫ്ലഡ് ആയിരുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. ശാസ്ത്രീയമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ, സ്ഥിതിവിവരക്കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞു. പക്ഷേ ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ പ്രക്ഷോഭം നടത്തുക, സമരം നടത്തുക, വരുന്നവരും പോകുന്നവരും MLA-മാരും മുൻ മന്ത്രിമാരും സകലരും പത്രസമ്മേളനം നടത്തി നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ പ്രളയകാലത്ത് നമ്മൾ കണ്ടത്. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാകും. വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രചരണായുധമാക്കി വിനിയോഗിക്കാനാണ്. ഇപ്പോൾ പത്തനംതിട്ട പാർട്ടി ജില്ലാ സെക്രട്ടറി തുടക്കത്തിൽ തന്നെ പറഞ്ഞത് എന്താണ്, കല്ല് വെച്ച പച്ച കള്ളമല്ലേ പ്രചരിപ്പിക്കുന്നത്. ആ നിയോജക മണ്ഡലം, പത്തനംതിട്ട ജില്ലയിലെ ഒരു നിയോജക മണ്ഡലത്തിലെ MLA പറഞ്ഞു, മന്ത്രി അവിടെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ല. ആ മന്ത്രി തന്നെ വീഡിയോ ദൃശ്യങ്ങൾ പത്രസമ്മേളനത്തിൽ പ്രസിദ്ധീകരിക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ബോധപൂർവമായി പ്രളയവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും രാഷ്ട്രീയവൽക്കരിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന ദൗത്യമാണ് CPM തുടക്കം മുതൽ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള സമീപനം. അതാണ് ജിനീഷ് കുമാറിൻ്റെ പ്രസ്താവന പരിശോധിച്ചാൽ, അവിടുത്തെ പത്തനംതിട്ട പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന പരിശോധിച്ചാൽ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതാണ്. എല്ലാവരും നിരന്തരം, അതാണ് ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സങ്കീർണമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഗവൺമെൻറ്റിൻ്റെ മൊറയിലിനെ തകർക്കാനും ജനങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കാനും വേണ്ടിയിട്ടുള്ള ഹീനമായ പ്രചരണമാണ് CPM-ൻ്റെ ഭാഗത്തുനിന്ന് തുടക്കം മുതലുണ്ടായത്. അതിപ്പോഴും ആവർത്തിക്കുന്നു.